അപ്പൊ ഇതാ ഞാൻ ആ പറഞ്ഞ ബാക്ക് ഭാഗം ഒരു വിങ്സ് നിൽക്കണ പോലെ. അപ്പൊ നമ്മളെ കയ്യിലൊരു കിഡിലൻ ക്രിസ്റ്റ കിട്ടിയിട്ടുണ്ട്. അത് നോക്കി നിങ്ങള്, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് എക്സ്ട്രാ ഫിറ്റിംഗ്സിൽ വരുന്നതുകൊണ്ട് കമ്പനി എന്തെങ്കിലും കൊടുക്കുക തോന്നുന്നു, എനിക്ക് അറിയില്ല കേട്ടോ. ഒരുപാട് പേര് അന്വേഷിക്കുന്ന ഒരു കളറാണ് മുന്തിരി കളർ വണ്ടി. 2016-17 മോഡൽ കളക്കുന്ന വണ്ടി കേട്ടോ. ഹൈ ഗായ്സ്, അപ്പൊ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഡിക്കേറ്റർ തിരിഞ്ഞിനി. ഓക്കെ, അപ്പൊ നമ്മളെ കയ്യിലൊരു കിഡിലൻ ക്രിസ്റ്റ കിട്ടിയിട്ടുണ്ട്. കിഡിലൻ ക്രിസ്റ്റ പറഞ്ഞാൽ അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സും അത്യാവശ്യം കമ്പനി സർവീസ്, അത്യാവശ്യമല്ല ഫുൾ കമ്പനി സർവീസും, ഏകദേശം 1,15,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള പക്ക കണ്ടീഷൻ വണ്ടി. ഓക്കെ, ഇതിന്റെ എക്സ്റ്റീരിയറിൽ നമുക്കൊരു കിടിലൻ കാര്യം കാണിച്ചിട്ടുണ്ട്. ഇത് ടൈൽ ലൈറ്റ്, അല്ല വിങ്സ് പോലെ നിൽക്കുന്ന ടൈൽ ലൈറ്റ് ഉണ്ട്. അപ്പം വീഡിയോ കാര്യങ്ങളൊക്കെ കാണുക. 2016 മോഡലാണ്. അപ്പം റണ്ണിങ് ഓടിച്ചുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നാണ്. അപ്പോൾ ഈ വണ്ടി ഓടിക്കാൻ നല്ല പക്കയാണ്, അതിന് പറയാനുള്ളത്. ഫസ്റ്റിൽ ഏകദേശം 1,15,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസ് വരുന്നുണ്ട്. ഓക്കെ, അല്ല മുന്തിരി കളർ ക്രിസ്റ്റ എനിക്ക് ഭയങ്കര ഫേവറേറ്റിൻ്റെ ബ്ലാക്ക് കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് കളറാണ്. ബ്ലാക്കിനെക്കാട്ടിലും ഒന്നുകൂടെ എനിക്ക് ഇഷ്ടത്തില്ല. അപ്പോൾ സ്പോർട്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ചീറി ഇങ്ങനെ പോവാം പറ്റിയ നല്ല 2.8 വരുന്ന G4 ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് 2.8 ഒക്കെ ആകുമ്പോൾ നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ കിട്ടും. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ഫുൾ വീഡിയോ കാര്യങ്ങൾ കാണാം. നമുക്കൊന്ന് ഫ്യൂലൊക്കെ അടിച്ചിട്ട് അങ്ങനെ ഓടിച്ചിട്ട് ഇങ്ങനെ എക്സ്പീരിയൻസ് കാര്യങ്ങളും ചെയ്തിട്ട് നമുക്കൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 2016-17 മോഡലാട്ടോ. ഓണർഷിപ്പ് തന്നെ തേർഡ് ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടിയാണ് ഇപ്പോൾ നിലവിൽ. ഓക്കെ, നമ്പർ ആക്കിയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഫ്യൂലൊക്കെ അടിച്ചിട്ട് ഞാൻ ബാക്കി പിന്നെ ഇൻഡിക്കേറ്ററൊക്കെ നോക്കിയാൽ നമ്മളെ ഗ്ലാസ്സിൽ വരുന്ന ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ കാണിച്ചു തരാം. അത് വണ്ടി നിർത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. പക്ഷേ ആദ്യം ഡീസൽ അടിക്കട്ടെ. അങ്ങനെ 6 റുപ്യക്ക് ഡീസൽ കാര്യങ്ങളൊക്കെ അടിച്ച് നമ്മളെ വീട്ടിൽ തന്നെ പോവാണ്. നമ്മളെ യാർഡിൽ ഇട്ടിട്ട് തന്നെ ചെയ്യണം കേട്ടോ. അപ്പം അതിന് വണ്ടി ഇങ്ങനെ ഇറങ്ങിയാണ്. രാവിലെ ഒരു ഡെലിവറി ഉണ്ടായിന്, ഒരു 15 സെഡ് ഡെലിവറി എടുത്തിട്ട് ഇങ്ങനെ. അപ്പോഴേ ആ വണ്ടിൻ്റെ വീട് എടുക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് വണ്ടി പഞ്ചർ കണ്ടത്. അങ്ങനെ പഞ്ചർ അടച്ച് ഡീസൽ അടിച്ച് പെരിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെരിയിലെത്തിയിട്ട് വേണം ഇതിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടൊരു വീഡിയോ. ഇനി എക്സ്റ്റീരിയർ കാണിക്കാണ്ട്, കാരണം അത്രയും എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എനിക്ക് ഈ മിററും ഇൻഡിക്കേറ്റർ തന്നെ ഭയങ്കര ഇഷ്ടം. അത് എങ്ങനെ സംഭവം എക്സ്ട്രാ ഫിറ്റ് ആഡ് ചെയ്താണോ? കമ്പനി കൊടുക്കില്ലല്ലോ, കമ്പനി കൊടുക്കണല്ലോ, എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഈ സാധനം കാണുന്നത്. നല്ല രസമുണ്ട്. അതുപോലെ തന്നെ മെയിനായിട്ട് ഇതിൻ്റെ രാത്രി ഇതിൻ്റെ വ്യൂ, ബാക്കിലെ വ്യൂ, വിങ്സ് തുറന്നിട്ട് മതി, ഒരു ചിറക് ഇങ്ങനെ നിൽക്കുന്ന മാതിരി അതിൻ്റെ ബാക്കാണ്. നല്ല രസമുണ്ട് കാര്യത്തിൽ. അപ്പോൾ അത് എന്തായാലും അടിപൊളി വണ്ടിയാണ്. 2016-17 ഓട്ടോമാറ്റിക് കേട്ടോ, 2.8. അപ്പോൾ ബാക്കി വീഡിയോസ് കാര്യങ്ങൾ വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ കാര്യങ്ങളൊക്കെ ഫുള്ള് കാണുക. സസ്പെൻഷനൊക്കെ പക്കേ. അപ്പോൾ ഇതാ ഞാൻ ആ പറഞ്ഞ ബാക്ക് ഭാഗം ഒരു വിങ്സ് നിൽക്കണ പോലെ, ഒരു ചിറക് തുറന്നിട്ട മാതിരിയാണ് ഇതിൻ്റെ ഒരു ബാക്ക് പ്രൊഫൈൽ വരുന്നത്. അത്രയും ഭംഗിയാണ്. കാരണം നല്ല രസമുണ്ട്. ടൈൽ ലൈറ്റ് അത്യാവശ്യം അടിപൊളി ടൈൽ ലൈറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2016-17 മോഡലിൽ കിടക്കണ തേർഡ് ഓൺഷിപ്പിൽ ഏകദേശം 1,16,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള നല്ല മുന്തിരി കളർ ക്രിസ്റ്റ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് അന്വേഷിക്കുന്ന ഒരു കളറാണ് മുന്തിരി കളർ വണ്ടി. അപ്പോൾ സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഒരുപോലെ ക്വാളിറ്റിയിലൊരു സൈഡ് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ടയർ ഭാഗമാണെങ്കിലും ഏകദേശം ഒരു 80% 90 തന്നെ പറയാം, അത്രയും ക്വാളിറ്റിയിലെ ബാക്ക് ടയർ ഉണ്ട്. അതുപോലെ 17 സൈസ് ക്രിസ്റ്റൻ്റെ അലോയ് കാര്യങ്ങൾ വരുന്നുണ്ട്. സൈഡ് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നോക്കിക്കോളി. അത്യാവശ്യം നല്ല എക്സ്ട്രാ ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. ടൈലമ്പ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അത്യാവശ്യം അടിപൊളി ടൈലമ്പ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ക്രോം കാര്യങ്ങൾ വരുന്നുണ്ട്. സൈഡ് ബീഡിങ് കാര്യങ്ങളൊക്കെ കണ്ടോളി. നമുക്ക് ലൈറ്റ് ഓഫ് ആക്കിടാം. ഓക്കെ, വൈറ്റ് ലൈറ്റാണ് ഫ്രണ്ടിൽ കാര്യങ്ങളൊക്കെ വരുന്നത്. അടിപൊളി ലൈറ്റും കാര്യങ്ങളും. ഇൻറ്റീരിയർ നോക്കിക്കോ, 2.8 G4 ഓട്ടോമാറ്റിക് വണ്ടി കേട്ടോ. ഇൻറ്റീരിയറൊക്കെ നോക്കിയാൽ വൃത്തിയുള്ള ഇൻറ്റീരിയർ ഭാഗം കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത് കേട്ടോ. ആൻഡ് കമ്പനി ആൻഡ്രോയിഡ് സ്റ്റീരിയോ വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ കാര്യങ്ങൾ 2.8 ആണ്. ഏകദേശം 1.15 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ബാക്ക് സീറ്റ് ആണെങ്കിലും അതുപോലെ റൂഫാണെങ്കിലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല അടിപൊളിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ പറയാനില്ല. ബാക്ക് ഡിക്കി മാത്രം റീപ്ലേസ്, ഗ്ലാസ് ഇല്ല കേട്ടോ. ഡിക്കി കമ്പനിയിൽ തന്നെ റീപ്ലേസ് ഇല്ലാണ്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഓക്കെ, പിന്നെ പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പ്രൊഫൈൽ ഇതാണ് വരുന്നത് കേട്ടോ. ഫുള്ളൊരു നിക്ലിംഗ് ടൈപ്പിൽ വരുന്ന ഫ്രണ്ട് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് പ്രൊഫൈൽ നോക്കിക്കോളി, ഫുള്ള് നിക്ലിങ്ങിൽ വരുന്നൊരു പ്രൊഫൈലും കാര്യങ്ങളാണ്. ടൈപ്പ് 1 വണ്ടിയാണ്. ടൈപ്പ് 3 ഒക്കെ മാറ്റി കഴിഞ്ഞാൽ നല്ല വൃത്തിയാണ്. കാരണം അതിന് ആകെ ഞാമാടെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഫുൾ സെറ്റായി. കാരണം ഈ ഒരു കളർ ഭയങ്കര രസമാണ്. ഈ കളറിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നത് വെച്ചാൽ ഈ ബ്ലാക്ക് ആവണം. ഇതിൻ്റെ വീല് ബ്ലാക്ക് റിമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഫോഗ് നമ്പറിലൊക്കെ സെറ്റപ്പ് ആണിത്. ഓക്കെ, അപ്പോൾ വെച്ചാൽ രജിസ്ട്രേഷനിൽ കിടക്കുന്ന നമ്പറും കാര്യങ്ങളൊന്നും ഹൈഡ് ചെയ്തിട്ടില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എടുത്തുതരും. പിന്നെ ഫ്രണ്ട് പ്രൊഫൈലിൽ മേജർ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ടച്ച് ആൻഡ് പോളിഷും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വണ്ടിയാണ്. ഓക്കെ, 2016-17 മോഡലിൽ കിടക്കുന്ന വണ്ടി കേട്ടോ. ഈ ഒരു പ്രൊഫൈൽ വരികയാണെങ്കിലും ഈ ടയറും കാര്യങ്ങളും ഏകദേശം 20% ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. 17 ഇഞ്ചിൻ്റെ സൈസ് വീലും കാര്യങ്ങളൊക്കെ തന്നെയാണ്. സൈഡ് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നോക്കിക്കോട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് ഗാർണിഷും അതുപോലെ നിക്ലിയും കാര്യങ്ങൾ കയറിയിട്ടുള്ള വണ്ടി കേട്ടോ.
അതുപോലെ ഈ വണ്ടിക്ക് വേറെ സ്പെഷ്യൽ ഉണ്ട്. ഈ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ നമ്മൾ ഇവിടെ മിററിൽ ഇങ്ങനെ ഇൻഡിക്കേറ്റർ ഇങ്ങനെ വരും. അത് ഭയങ്കര രസം. ഞാൻ ആദ്യമായിട്ട് കണ്ടത്. ഞാൻ വേണമെങ്കിൽ ഒന്ന് ഇട്ട് കാണിച്ചതാണ്. അത് നോക്കി നിങ്ങൾ, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് എക്സ്ട്രാ ഫിറ്റിങ്സിൽ വരുന്നതുകൊണ്ട് കമ്പനി എന്തെങ്കിലും കൊടുക്കുകയുള്ളത് തോന്നുന്നു. എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഫസ്റ്റിൽ കാണുന്നുണ്ട് സംഭവം. ഇങ്ങനെ ഒരു മിററിൽ ഇൻഡിക്കേറ്ററിൻ്റെ ആരോ മാർക്ക് ഇങ്ങനെ പോവുക. ഭയങ്കര രസമുണ്ട് കാണാൻ. ഓക്കെ, അപ്പോൾ അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് വണ്ടീൻ്റെ എൻജിൻ റൂം കൂടെ കാണാം. അപ്പോൾ മൊത്തത്തിൽ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും എൻജിൻ റൂം കേട്ടോ. ഓടിക്കാനൊക്കെ കിഡിൽ എക്സ്പീരിയൻസ് ഞാൻ പറയാം. 2.8 ആകുമ്പോൾ അടിപൊളിയാണ്. ഇതാണ് വണ്ടീൻ്റെ ഹൃദയഭാഗം, നമ്മുടെ വണ്ടിയുടെ ഹൃദയഭാഗം വരുന്നത് കേട്ടോ. അപ്പോൾ നോക്കിക്കോളി, എൻജിൻ റൂമും കാര്യങ്ങളൊക്കെ നോക്കിക്കോളി. അല്ല വൃത്തിയുള്ളൊരു എൻജിൻ റൂമും കാര്യങ്ങളൊക്കെ തന്നെ വണ്ടിക്കുണ്ട്. പിന്നെ എവിടെ ലീക്കോ കാര്യങ്ങളോ ഇടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ മേജർ ആക്സിഡൻ്റ് ഇല്ല, ഫ്ലഡ് ഇല്ല, തട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് വന്നിട്ട് എടുത്താൽ മതി. അത്രയും നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ചെക്കിംഗ് വാറണ്ടി കൊടുക്കാൻ പറ്റിയ വണ്ടി അത്. ധൈര്യമായിട്ട് കൊണ്ടുപോയി ചെക്ക് ചെയ്തോളി. ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും മേജർ പ്രശ്നമാണെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കും. ഓക്കെ, തീർക്കാൻ പറ്റുകയാണെങ്കിൽ തീർത്തരം ചെയ്യും. 2016-17 തേർഡ് ഓണർഷിപ്പിൽ 1,15,000 കിലോമീറ്റർ ഓടിയുള്ള കമ്പനി സർവീസും പുതിയ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ള മുന്തിരി കളർ ക്രിസ്റ്റമൈസ് സ്റ്റോക്ക് ഉണ്ട്. 2.8 ഓട്ടോമാറ്റിക് ആട്ടോ, G4. അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഇനി നമ്മൾ ചോദിക്കുന്ന പ്രൈസ് പറഞ്ഞാൽ 13,85,000 റുപ്യക്ക് അത് കൊടുക്കാൻ പറ്റും കേരളാക്കിയിട്ട്. ഇൻട്രസ്റ്റിൽ കോൺടാക്ട് ചെയ്യാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.